നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആ ഗുണ്ട മാറ്റി പറയുന്ന നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ലോ. ഏതായാലും ബോസിന് വേണ്ടി അമ്മയുടെ മുന്നിൽ സത്യം ഞാൻ തെളിയിക്കും. അമ്മ അത് വിശ്വസിക്കില്ല താക്കോലെ. അമ്മ ആകെ മാറിപ്പോയി. ബോസേ, അമ്മ അങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന് വേറെ കാരണങ്ങളുണ്ടാവും. അല്ലാതെ ബോസിനോടുള്ള ഇഷ്ടക്കുറവുണ്ടൊന്നും അല്ല. ബോസേ, ബോസ് വന്നേ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. വാ വാ ബോസേ. എനിക്ക് വേണ്ട ബോസേ, നിങ്ങൾ അമ്മയും മകനും കാണിക്കുന്ന ഈ പിണക്കങ്ങൾക്കിടയിലും മനസ്സ് തകർന്നിരിക്കുന്ന ഒരാളുണ്ട് ഇവിടെ. IPS എന്ന വലിയ മോഹമായി നടക്കുന്നവൾ ദർശന. അമ്മയുടെ കാര്യം വിട്, പാവം ദർശനയുടെ കാര്യമെങ്കിലും ബോസ് ഒന്ന് നോക്കണം. അളിയൻ ഇവിടെ നിൽക്കുമായിരുന്നു. അളിയൻ ഇന്നലെ അവനെ തടയുണ്ടായിരുന്നു. ചേച്ചിയെ വെല്ലുവിളിച്ച് ഇറങ്ങി പോകാൻ പോയതല്ലേ? പോട്ടെന്ന് കരുതിയാൽ മതിയായിരുന്നു. അളിയൻ വെറുതെ. കൊള്ളാം. രൂപേഷ് ഇവിടെ നിന്ന് ഇറങ്ങി പോണമെന്നാണോ പവിത്രം പറയുന്നേ? അളിയ, എനിക്ക് ചേച്ചിയാണ് വലുത്. ആ മനസ്സ് വേദനിപ്പിക്കുന്ന ആരും ഇവിടെ വേണമെന്ന് എനിക്കൊരാഗ്രഹമില്ല. പവിത്ര, അത് നിന്റെ ചേച്ചിയുടെ മകനാ. ചേച്ചിയുടെ മകനെന്നല്ല, എന്റെ മകളായാൽ പോലും ഞാൻ അങ്ങനെ ചിന്തിക്കൂ. അളിയനറിയാലോ, ഒരിക്കൽ എന്റെ ചേച്ചിയുടെ ഹൃദയം ഒന്ന് നിന്നു പോയതാ. നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമാ അതിപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മനസ്സിൽ ഇനിയും സങ്കടങ്ങൾ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. പവിത്ര, ആ സദാചാര പോലീസ് ആക്രമണത്തിന്റെ കാര്യത്തിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ടെന്ന് വ്യക്തമാണ്. ഇനി രൂപേഷ് പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാവുമോ? രൂപേഷ് ഏതായാലും കള്ളം പറയുന്ന ഒരാളല്ല. പിന്നെ രൂപേഷിന് അഞ്ജനയോട് വളരെ നിഷ്കളങ്കമായ സ്നേഹമാണ്. അതെനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ്. ചിലപ്പോഴൊക്കെ അവരുടെ തമാശ കാണുമ്പോൾ ഏട്ടത്തിയുടെ വയറ്റിൽ പിറന്നതാണോ അഞ്ജന എന്നുവരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരമ്മ പെറ്റ മക്കളെ പോലെയാ രണ്ടാളും. ആയിരിക്കാം. ചിലര് പറയുന്നു ഏട്ടനെ അനിയത്തിയും പോലെയാണെന്ന്. ചിലര് പറയുന്നു അച്ഛനും മകളുമാണെന്ന്. എന്തോ ആയിക്കോട്ടെ. ഗിരിജ ചോദിച്ചതുപോലെ തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ. പവിത്ര, അളിയ, കോടതികളിൽ നടക്കുന്ന കേസ് വിസ്താരങ്ങളിൽ അച്ഛൻ മകളെ പീഡിപ്പിച്ച കേസുകളും കുറവൊന്നുമല്ല. നീ ഇങ്ങനെ നിലവാരമില്ലാതെ. ഓ, നിനക്കുമില്ലേ പ്രായപൂർത്തിയായ ഒരു മോള്? നിനക്കിതെങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നു? അയ്യോ, സോറി. പവിത്ര, ഞാൻ ചോദിച്ചത് രൂപേഷിനെയും അഞ്ജനയെയും ആക്രമിക്കാൻ വന്ന ഗുണ്ടകളുമായിട്ട് നിനക്കോ ഗിരിജയ്ക്കോ വല്ല ബന്ധമുണ്ടോന്നാ. കൊള്ളാം, അളിയന്റെ മനസ്സിലിരിപ്പ് കൊള്ളാം. രൂപേഷ് എന്റെ കൂടപ്പിറപ്പിന്റെ മകനാ. അതറിഞ്ഞു വേണം എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ. അതെ, നിന്റെ മാത്രമല്ല, എന്റെയും കൂടപ്പിറപ്പിന്റെ മകനാ അവൻ. എന്റെ ഏട്ടന്റെ മകൻ. ഏട്ടനില്ലാത്ത സ്ഥിതിക്ക് അവന്റെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ചുമതല അവന്റെ ഇളയച്ചനായ എനിക്കുണ്ട്. ഞാൻ അന്വേഷിക്കും. അവനെ നടു റോഡിലിട്ട് ആക്രമിച്ചവരെ തേടി ഒരു രാവും പകലും അലഞ്ഞതാ ഞാൻ. പക്ഷേ കിട്ടിയില്ല. കിട്ടിയിരുന്നെങ്കിലേ ഇത് ചെയ്തവന്റെ പേര് സദാചാര പോലീസ് ലിസ്റ്റിൽ നിന്നും ചരമഗോളത്തിൽ അച്ചടിച്ചു വന്നേനെ. ഞാൻ അന്വേഷണം നിർത്തിവെച്ചിട്ടൊന്നുമില്ല. എന്റെ കുഞ്ഞിനെ നടു റോഡിലിട്ട് പട്ടിയെപ്പോലെ തല്ലിച്ചതച്ചോമാര് എന്റെ കൺമുന്നിൽ വന്ന് പെട്ടാൽ
മരുവത്തൂർ വിശ്വനാഥന്റെ അനിയൻ യതീന്ദ്രൻ ആരാണെന്ന് അവരറിയും. ഒരുപക്ഷെ രൂപേഷിനെ ആക്രമിച്ചവർക്ക് പിന്നിൽ അവന്റെ അമ്മാവനായ നീയോ നിന്റെ ഭാര്യയോ ഉണ്ടെങ്കിലും ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കണ്ട. കൊള്ളാം. അവസരത്തിനൊത്തുള്ള അളിയന്റെ ഈ ചുവടുമാറ്റം കൊള്ളാം. അല്ലേലും ഈയിടെയായി എന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കാൻ അളിയൻ കാണിക്കുന്ന ശുഷ്കാന്തി എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന് സാധിക്കാതെ വന്നപ്പോ എന്നെയും എൻ്റെ ഭാര്യയെയും ഈ കേസിൽ കുടുക്കിക്കളയാമെന്നായിരിക്കും. നടക്കില്ല, നടക്കില്ല അളിയ. തെളിവ് തേടി ഇറങ്ങിയാലേ ചെരുപ്പ് തേയത്തേ ഉള്ളൂ. ഈ പവിത്രം കണ്ട കാടും മേടും ഒന്നും അളിയൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ ഭീഷണിയൊക്കെ മടക്കി ചുരുട്ടി അളിയന്റെ മടിക്കുത്തിൽ തന്നെ വെച്ചാൽ മതി. കേട്ടില്ലേ? ഈ പവിത്രനെ ഭീഷണിപ്പെടുത്തിയെന്ന് സ്വയം വിശ്വസിക്കാൻ ഇടയ്ക്കിടയ്ക്കെടുത്ത് വായിക്കാമല്ലോ. എന്താണ് നീ പറഞ്ഞേ? അളിയാ വിട്ടളിയാ, വിട്ടളിയാ, വിടാൻ. എന്താണ് പറഞ്ഞ നീ? എന്താ ഇത്? എന്താ അളിയാ കൈയെടുക്ക്. തെളിയിക്കൂടാ. അനാവശ്യം പറഞ്ഞ ഇതിന്റെ പിന്നിൽ നീ ആണെങ്കിൽ നിന്നെ ഞാൻ കോടതി ആയിക്കോട്ടെ. തെളിയിക്ക്, തെളിയിക്കൂടാ. തെളിക്കളിയാ. സോറി. എതിട്ടാ, ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? മരുവത്തൂരിലെ രക്ഷാധികാരി വന്നില്ലേ? മനസ്സിലായില്ല. അല്ല, ഇപ്പൊ ചിലര് പഴയതൊക്കെ മറന്ന് രക്ഷാപുരുഷന്റെ കുപ്പായൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. അവര് വന്നില്ലേന്ന് ചോദിച്ചതാ. ഓ അങ്ങനെ. അതറിയില്ലേ, ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നാ ആ കുടുംബത്തിലെ ഒരാൾക്ക് ഈ രക്ഷാധികാരിയുടെ കുപ്പായിട്ട് കുടുംബത്തെ പിടിച്ചു നിർത്താനാകും. അല്ലാതെ ഏതെങ്കിലും കുടുംബത്തിലെ ഒരാളെ വിളിച്ച് കുടുംബനാഥനാക്കുന്നത് നാട്ടുനടപ്പല്ലല്ലോ. ഉണ്ണുന്നവൻ അറിയുന്നില്ലെങ്കിലും ഊട്ടുന്നവൻ അറിയണ്ടേ? മതിയടി നിന്റെ അർത്ഥം വെച്ച സംസാരം. നീ പറഞ്ഞു വരുന്നത് എന്റെ പവിയേട്ടന് ഈ വീട്ടിലൊരു അധികാരം ഇല്ലെന്നല്ലേ? അതെ, അത് തന്നെ ഞാൻ പറഞ്ഞു വന്നത്. അമ്മയും മകനെയും കൂട്ടി അടുപ്പിച്ച് ചോര കുടിക്കാൻ നോക്കിയ ആ പഴയ കുറുക്കന്റെ ഉദ്ദേശം നടക്കാതെ പോയല്ലോ. അയ്യോ, അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. നീയും നിന്റെ ഭർത്താവും ഒളിഞ്ഞും മറഞ്ഞും അവക്ക് സേവ ചെയ്യുന്ന കാര്യമൊന്നും ആരും അറിയുന്നില്ലെന്ന് വിചാരിക്കരുത്. ഇനിയും ചെയ്യും. കാരണം എതിയേട്ടന്റെ കൂടപ്പിറപ്പിന്റെ മോനാ രൂപേഷ്. അവന്റെയും അവന്റെ പെണ്ണിന്റെയും രക്ഷകനായി എന്റെ ഭർത്താവ് നിന്ന നിഴല് പോലെ ഈ ഞാനും കൂടെ ഉണ്ടാവും.